ഇതേപോലെ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി ഫേക്ക് അഡ്രസ്സുകളിലേക്ക് ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിൽ നിന്ന് സാധനങ്ങൾ ഓർഡർ ചെയ്യുന്ന ഫ്രണ്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഈ ഒരു വീഡിയോ അവർക്ക് അയച്ചു കൊടുത്തിട്ട് പറയാ 8ന്റെ പണിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇപ്പൊ നടക്കുന്ന ഒരു ട്രെൻഡാണ് വായി തോന്നുന്ന ഏതെങ്കിലും ഒരു തെറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫേക്ക് അഡ്രസ്സുകളോ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു അഡ്രസ്സുകളിലേക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിൽ നിന്ന് പ്രോഡക്റ്റുകൾ ഓർഡർ ചെയ്യും. ഒരു പിൻകോഡും കൊടുക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു പിൻകോഡ് അടിസ്ഥാനമാക്കി ഏതെങ്കിലും ഒരു ഹബ്ബി വരും. ആ ഒരു ഹബ്ബി വന്നു കഴിയുമ്പോഴാണ് ഇതൊരു ഫേക്ക് അഡ്രസ് ആയിരുന്ന് അവർക്ക് മനസ്സിലാവുന്നത്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉള്ള 1-2 ചെറിയ പണികൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലുള്ള ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിലേക്ക് സൈൻ ഇൻ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫോൺ നമ്പർ, മറ്റ് ഡീറ്റെയിൽസുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് നമ്മളൊരു ഫോൺ നമ്പറെങ്കിലും കൊടുക്കുന്നുണ്ടെന്ന് തന്നെ വിചാരിച്ചോ. ദെൻ നമ്മളൊരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് വീണ്ടും ഒരു അഡ്രസ് ഒക്കെ അവിടെ കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഇനിയും ഇത് ഫേക്ക് ആണെങ്കിൽ നിങ്ങളെ ട്രാക്ക് ചെയ്യാൻ അധികം സമയമൊന്നും വേണ്ട. നിങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു ഫോൺ നമ്പർ മാത്രം മതി നിങ്ങളെ ട്രാക്ക് ചെയ്യാൻ. ഇനി നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉള്ള പണികളെ കുറിച്ചിട്ട് പറയാം. ഇതൊരു ഫ്രോഡുലന്റ് ആക്ടിവിറ്റി ആയതുകൊണ്ട് തന്നെ ഒന്നുകിൽ സെല്ലറിനോ അല്ലെങ്കിൽ ആ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് പ്ലാറ്റ്ഫോമിനോ നിങ്ങളൊരു കോമ്പൻസേഷൻ എമൗണ്ട് തന്നെ കൊടുക്കേണ്ടി വരും. അതും വലിയൊരു തുക തന്നെ ആയിരിക്കും കേട്ടോ. അതേപോലെ തന്നെ പല ലീഗൽ ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. ഈ ഒരു കേസിന്റെ പുറകെ നിങ്ങൾ നടക്കേണ്ടതും വരും. നിങ്ങളുടെ സമയവും നഷ്ടമാവും. ഓക്കെ, ഇനി അത് ചെയ്തില്ലെങ്കിൽ തന്നെ നിങ്ങളെ അവർക്ക് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു സെല്ലറിന് തന്നെ നിങ്ങളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ആ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിൽ നിന്ന് നിങ്ങൾ ബ്ലാക്ക് ലിസ്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റുകളൊന്നും തന്നെ ഇനി പിന്നെ ആ ഒരു അക്കൗണ്ടിൽ നിന്ന് ഓർഡർ ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. ഇനി ഓർഡർ ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഒരു സാധനം ജെനുവിനായിട്ട് നിങ്ങൾ പറയുകയാണ് ഇതിന് കംപ്ലൈന്റ് ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ ബ്ലാക്ക് ലിസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് റീഫണ്ടിനും റീപ്ലേസ്മെന്റിനും ഒന്നും തന്നെ വിധേയമാകാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ചെറിയ എന്റർടൈൻമെന്റിന് ചെയ്താൽ അതേ നാണയത്തിൽ തന്നെ നിങ്ങൾക്ക് 8ന്റെ പണി തന്നെ കിട്ടും. സോ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് കോണ്ടന്റുകൾ എല്ലാ ദിവസവും വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ടെക്കി ഫൈറ്റ്സ് ഫോളോ ചെയ്തോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട.